അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നാലെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകർ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളിലാണ് ഈ സൂചനകൾ ഉള്ളത്. അസിസ്റ്റന്റ് കമാൻഡർ അജിത്തിന് മരിച്ച വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതായും ഉദ്യോഗസ്ഥതല പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് സഹപ്രവർത്തകരായ കമാൻഡോകളുടെ മൊഴിയിലുള്ളത് എന്നാണ് സൂചന. വിനീതിന്റെ ആത്മഹത്യയിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. തുടർന്ന് വിനീതിന്റെ സഹപ്രവർത്തകരായ എസ്ഒജി കമാൻഡോകളുടെ മൊഴി രേഖപ്പെടുത്തി. 3 വർഷം മുൻപ് വിനീതിന്റെ സുഹൃത്തായ കമാൻഡർ സുനീഷ് ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. സുനീഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് വിനീത് ചോദ്യം ചെയ്തു. അന്നു മുതൽ കമാൻഡർ അജിത്തിന് വൈരാഗ്യം ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. മരണത്തിന് തൊട്ടു മുൻപ് വിനീത് സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശത്തിലും മേലുദ്യോഗസ്ഥനായ അജിത്തിനെതിരെ സൂചനയുണ്ടായിരുന്നു. 2021 സെപ്റ്റംബർ 16-നാണ് വിനീതിന്റെ സുഹൃത്ത് സുനീഷ് മരിക്കുന്നത്. എസ്ഒജി ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടയിലാണ് വയനാട് സ്വദേശിയായ സുനീഷ് മരിച്ചത്. കുഴഞ്ഞു വീണ സുനീഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന ആരോപണം ഉയർന്നിരുന്നു. സഹപ്രവർത്തകർ സുനീഷിനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അജിത്ത് സഹായിച്ചില്ലെന്ന് ആരോപണമുയർന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും സുനീഷ് മരിച്ചു. പിന്നാലെ സുനീഷിന്റെ മരണത്തിൽ എ.സി. അജിത്തിനെതിരെ വിനീത് ശബ്ദമുയർത്തി. ഈ സംഭവത്തെ തുടർന്നാണ് എ.സി. അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യം തോന്നിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗർഭിണിയായ ഭാര്യയ്ക്കൊപ്പം ആശുപത്രിയിൽ പോകുന്നതിനാണ് വിനീത് അവധിക്ക് അപേക്ഷിച്ചത്. 2 തവണ നൽകിയ അവധി അപേക്ഷയും എ.സി. അജിത്ത് നിരസിച്ചു. അവധിക്കായി വിനീത് എസ്.പി. ഫറാഷ് അലിയെയും സമീപിച്ചെങ്കിലും ഇടപെട്ടില്ല. ക്യാമ്പ് വൃത്തിയാക്കിയാൽ അവധി പരിഗണിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്ന് മൊഴിയിൽ പറയുന്നു. വിനീതും സുഹൃത്തുക്കളും പണം പിരിവിട്ട് ക്യാമ്പിലെ കാർഡ് മുഴുവൻ വെട്ടി. ശേഷവും അവധി ലഭിക്കാത്തതിനാൽ വിനീത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. വിനീതിന്റെ ആത്മഹത്യയ്ക്ക് കാരണം ഉദ്യോഗസ്ഥ പീഡനം തന്നെയെന്ന് സഹപ്രവർത്തകർ മൊഴി നൽകി. ഇതോടെ മേലുദ്യോഗസ്ഥരുടെ പീഡനവും ലീവ് നിഷേധവുമാണ് വിനീതിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വ്യക്തമാവുകയാണ്. വിനീത് ജീവനൊടുക്കിയത് ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണെന്ന് കരുതുന്നു എന്ന തരത്തിൽ എസ്.പി. പ്രതികരിച്ചിരുന്നു. കടുത്ത ശാരീരിക ക്ഷമത ആവശ്യമുള്ള സേനാ വിഭാഗത്തിലാണ് വിനീത് ജോലി ചെയ്യുന്നത്. 2011-ൽ ജോലിയിൽ ചേർന്ന വിനീത് ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇവർക്ക് ഇടയ്ക്കിടെ റിഫ്രഷർ കോഴ്സുകൾ ഉണ്ടാകും. അതിലെ ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ 5 കിലോമീറ്റർ 25 മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ടതുണ്ട്. അതിൽ 30 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിനീത് പരാജയപ്പെട്ടു. ഇതിന്റെ മാനസിക വിഷമമാകാം ഇത്തരത്തിലൊരു കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എസ്.പി. വ്യക്തമാക്കിയത്. വിനീത് ഉൾപ്പെടെ 10ഓളം പേർ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അവധി നിഷേധിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ല. കഴിഞ്ഞ 9 മുതൽ 11 വരെ വിനീത് അവധിയായിരുന്നു.